ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ പ്രമോ കാണിച്ചിരിക്കണതിൽ നമ്മുടെ നന്ദിനിയെടുത്ത് വിചാരിച്ച പോലെ തന്നെ നമ്മുടെ വേദ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മുടെ വിക്രം തന്നെ കൊണ്ടുവന്നാക്കാമെന്ന് പറയുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ വേദ വിക്രത്തിൻ്റെ ശരിക്കായിട്ടുള്ളൊരു പ്രണയം തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പരസ്പരം അകന്നിരിക്കുമ്പോൾ അവരുടെ ആ പ്രണയം എന്താണെന്ന് ഇനി രണ്ടുപേരും തിരിച്ചറിയാൻ പോവുകയാണ് കേട്ടോ. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇഷ്ടം എന്താണെന്ന് ഇനി അവർ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വേദേനെ നമ്മുടെ വേദയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുമ്പോൾ അച്ഛനും അമ്മോടൊക്കെ പറയുന്നുണ്ട്, എവിടെയെങ്കിലും പിടിച്ച് റൂമിലിടോ കെട്ടിടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇനി ഇവളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവൾ ഇനി എൻ്റെ പുറകെ തന്നെ വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദയുടെ ചേട്ടൻ ചൂടാവുമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ചൂടാവല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ, ഞാൻ സമാധാനപരമായാണ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പെങ്ങളെയും മോളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോണേന്നൊക്കെ നമ്മുടെ വിക്രം വേദയുടെ ചേട്ടനോട് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വിക്രം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ വേദന മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ശരിക്കും നിന്നോട് വഴക്കിടുമ്പോഴും നിന്നെ ദേഷ്യപ്പെടുമ്പോഴും നീയായിട്ട് തല്ലുകൂടുമ്പോഴൊക്കെ ഞാൻ നിന്നോട് ഉള്ള എൻ്റെ ഒരു ഇഷ്ടം, അതെനിക്കൊരു ഇഷ്ടം തന്നെ ആയിരുന്നു. നീ അത് ശരിക്കും ഞാൻ നിന്നോട് വഴക്കിടുന്നത് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഇപ്പം ഇല്ലാണ്ട് ഇവിടെ നിന്നെ ആക്കി പോകുമ്പോൾ നീ എന്തോ ഒരു മിസ്സാവണ പോലെയൊക്കെ എനിക്കൊരു മിസ്സിങ് തോന്നുകയാണ് എന്നൊക്കെ നമ്മുടെ വേദയോട് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളാണ് നമ്മുടെ വേദ വിക്രമത്തിൻ്റെ ശരിക്കുള്ളൊരു പ്രണയം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്നതിനും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ.